സ്നേഹബഹുമാനപ്പെട്ട കാറ്റക്കിസം ടീച്ചേഴ്സ്, പ്രിയ കാറ്റക്കിസം സ്റ്റുഡൻസ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയും വാക്കിൽ പിഴവ് പറ്റാതിരിക്കുന്നതിന് വേണ്ടിയും ഒരു 4-5 സെൻറ്റൻസ് എഴുതിക്കിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എനിക്കറിയാം ഇത് പ്രസംഗം കേൾക്കാനുള്ള മൂടല്ല, എത്ര നല്ല പ്രസംഗമാണ്, അതിൻ്റെ ആവശ്യമില്ല. അതിനാൽ ഇങ്ങനെ ഇത് പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് അധ്യക്ഷ പ്രസംഗം എന്നൊക്കെ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതാനും ഒരു 4-5 സെൻറ്റൻസ് കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സമയമില്ലായിരുന്നു ഞാനിടയ്ക്ക്. അപ്പോൾ ഒരു ചെറിയ സന്ദേശം മാത്രം നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രസംഗം എന്ത് വന്നാലും 5 മിനിറ്റ് കൂടുകയില്ല. മതബോധനത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി ഞാൻ ദീർഘമായി പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അത് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. സ്വന്തം മക്കളെ വിശ്വാസത്തിൽ വളർത്തുവാൻ, സന്മാർഗത്തിൽ വളർത്തുവാൻ, ദൈവ ഈശ്വര ചിന്തയിൽ വളർത്തുവാൻ മാതാപിതാക്കൾ എന്ത് ത്യാഗവും ചെയ്യുവാൻ സന്നദ്ധരാകണം. ഞാനിത് പറയുന്നത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ ലാക്കാക്കി മാത്രമല്ല, മറിച്ച് മാതാപിതാക്കന്മാരുടെയായ നിങ്ങളുടെ ക്ഷേമത്തെ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ്, നിങ്ങളുടെ കൂടെ സമാധാനവും സന്തോഷവും മുൻപിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ കുട്ടികളെ വിശ്വാസത്തിൽ ദൈവചിന്തയെ വളർത്തുവാനായിട്ട് സൂക്ഷ്കാന്തി കാണിക്കും. അനുസരണയില്ലാത്ത താന്തോന്നികളായ സന്താനങ്ങൾ മാതാക്കൾക്കും കുടുംബത്തിനും വലിയ മാനഹാനി വരുത്തിവെക്കുന്നത് നമുക്കറിയാവുന്നതാണ്. എൻ്റെ ഒരു ഒബ്സർവേഷനാണിത്, ശരിയാണെന്ന് എനിക്കറിയത്തില്ല. സ്വന്തം കുഞ്ഞുങ്ങളിൽ നിന്നാകുന്നു പല മാതാപിതാക്കളും ദുഃഖത്തിൻ്റെ ഏറ്റവും കൈപ്പുള്ള കാസ്താർ പിടിക്കുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. സ്വന്തം കുഞ്ഞുങ്ങളിൽ നിന്നാകുന്നു പല മാതാപിതാക്കളും ദുഃഖത്തിൻ്റെ ഏറ്റവും കൈപ്പുള്ള കാസ്താർ പിടിക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞുങ്ങളെ ഓർത്താണ് പല മാതാപിതാക്കളും വാർദ്ധക്യത്തിൽ കണ്ണുനീര് വാക്കുന്നത്, ദുഃഖത്തിൻ്റെ കണ്ണുനീര് വാക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ടാകും. എൻ്റെ ഈ പ്രസ്താവന ശരിയാണെന്ന് നമ്മുടെ ആദ്യ മാതാപിതാക്കളിൽ ഒരാളായ ആദം സമ്മതിക്കും. കായയെ ആദത്തിന് തീരാ ദുഃഖമാണ് നൽകിയത്. കായലായിരുന്നു ആദത്തിൻ്റെ ആദ്യത്തെ പുത്രൻ, നമുക്കറിയാം. ആദം ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ അത് കായേതിനെ ഓർത്ത് മാത്രമായിരുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ആദത്തിൻ്റെ ദുഃഖങ്ങളും പരിവേദനകളും. എൻ്റെ പ്രസ്താവന ശരിയാണെന്ന് വീണ്ടും യാക്കോബ് സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. യാക്കോബ് തൻ്റെ 12 പുത്രന്മാരിൽ പ്രത്യേകിച്ചും ശിമയോനെയും ലേവിയെയും ഓർത്ത് പ്രകടിപ്പിക്കുന്നതായിട്ട് നാം ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. യാക്കോബ് കരയുന്നത് എങ്ങനെയാണ്? കാനാൻകാരുടെയും ഫരിസേയരുടെയും മുമ്പിൽ എനിക്ക് നിങ്ങൾ ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം അന്ത്യശ്വാസം വധിക്കുമ്പോൾ ഇത് പറഞ്ഞാണ് കരയുന്നത്. എൻ്റെ പ്രസ്താവന ശരിയാണെന്ന് വീണ്ടും ദാവീദ് രാജാവ് സമ്മതിക്കും. കാരണം ദാവീദ് ഏറ്റവും നാടിച്ച, ഏറ്റവും മോഹനിച്ച പുത്രനായിരുന്നു അബ്സലോം. അവസാനം ആ മകനെ ഓർത്താണ് ദാവീദ് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത്. അദ്ദേഹം പറയുകയാണ്, അബ്സലോമേ അബ്സലോമേ, നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അത്രയും വേദനപ്പാടുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇനിയും ധാരാളം ഉദ്ധരണികൾ എനിക്ക് ബൈബിളിൽ നിന്ന് തന്നെ നൽകാൻ സാധിക്കും. സ്വന്തം കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ വിലപിക്കുന്ന, വേദനിക്കുന്ന, വിഷമിക്കുന്ന സംഭവങ്ങൾ. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മതബോധനത്തിന് വലിയ സ്ഥാനമുണ്ട്, വലിയ പ്രസക്തിയുണ്ട്. വിശ്വാസമില്ലാത്ത, സ്നേഹമില്ലാത്ത, നന്ദിയില്ലാത്ത കുട്ടികൾ സമ്മാനിക്കുന്ന ദുഃഖത്തേക്കാൾ കഠിനമല്ല മറ്റൊരു ദുഃഖം. ഇതിനെല്ലാമുള്ള ഒരു പ്രതിവിധിയാണ്, ഇതിനെല്ലാമുള്ള ഒരു ആൻറ്റിഡോട്ടാണ്
മതബോധനം എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ ഞാൻ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാ കാറ്റക്കിസം കുട്ടികളെയും അനുമോദിക്കുന്നു. അതുപോലെ തന്നെ അവർ കാറ്റക്കിസം ടീച്ചേഴ്സിനെ ഞാൻ ഈ വർഷം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എല്ലാ ഞായറാഴ്ചകളും വന്ന് പഠിപ്പിക്കാനായിട്ട് വളരെയധികം സൂക്ഷ്കാന്തി കാണിച്ചിരിക്കുന്നു. ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു കൺഗ്രാറ്റുലേറ്റ് ദം ആൻഡ് ടു അപ്രീഷിയേറ്റ് ദെയർ എഫർട്ട്. അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നു ഈ ആനിവേഴ്സറി മാതൃജ്യോതിസിൻ്റെ പിന്നെ അകമഴിഞ്ഞ സഹകരണമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നടക്കാതെ പോയി. ഈ 2 ദിവസവും ഇവിടെ വന്ന് ദിവസം മുഴുവൻ വെള്ളിയും ശനിയും അതുപോലെ ഇന്നും നേരത്തെ വന്ന് ഇതിற்கு പ്രോത്സാഹനം നൽകി അതിന് നേതൃത്വം